നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബനാന ചോക്ലേറ്റ് കേക്കാണ്. നല്ല സ്പോഞ്ചിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് നോക്കിയിട്ട് വരാം. എടുത്ത് വെച്ചിരിക്കുന്നത് 3 മീഡിയം നേന്ത്രപ്പഴമാണ്. ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കാം. തോല് പൊളിച്ച് അരിഞ്ഞ് റെഡിയാക്കാം. നേന്ത്രപ്പഴം നമ്മൾ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇടുകയാണ്. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് തൈര്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 മുട്ട. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം ഞാൻ അരച്ചു കൊണ്ടുവന്ന് മിക്സിയിൽ വെച്ചിട്ട് ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ചോക്കോ പൗഡർ കൂടുതൽ ഇട്ടുകൊണ്ട് ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ആയിരിക്കും കേക്കിന് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. ഇത് കുറച്ച് പിസ്ത ഞാൻ എടുത്തു വെച്ചതാണ്, നമ്മുടെ കേക്കിൽ ചേർക്കാനുള്ളതാണ്. അതിൽ കുറച്ച് മൈദാപ്പൊടി ഇതിലേക്ക് ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ ആ മറ്റേ ഇട്ടാൽ കേക്കിൻ്റെ ഏറ്റവും അടിയിൽ പോയി കിടക്കും. ഇത് മൈദാപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. നമുക്ക് ഇത് പിടിക്കട്ടെ. അപ്പോൾ 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ പഴം മിക്സിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ആ മൈദാ മാവ് കുറേശ്ശെയായിട്ട് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്കിടാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ കൺസിസ്റ്റൻസി പാകമാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പിസ്തയില്ലേ, അത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. ഇനി ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. കേക്ക് ടിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ കുറച്ചൊഴിച്ച് ഈ ഓയിൽ എല്ലായിടത്തും മിക്സ് ചെയ്ത് ഗ്രീസ് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ മേലെ ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്, അതിലും എണ്ണ തുടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ല്ലേ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ സ്പോഞ്ചി ബനാന ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. വേവുന്നതിന് ഒരു 35 മിനിറ്റ് എടുത്തു. ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യു ക്യാൻ ഡു. താങ്ക് യു.